കാസർഗോഡൻ ശിലാശേഷിപ്പുകൾ കൊച്ചിയുടെ മണ്ണിൽ ആവിഷ്കരിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേള. കാസർഗോഡൻ സംസ്കാരത്തിന്റെ ഭാഗമായ സുരംഗം എന്ന കിണറുകളാണ് ടൂറിസം വകുപ്പ് മേളയിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരത്തിന്റെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി കാസർഗോഡൻ ശിലാശേഷിപ്പുകൾ മണ്ണിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് എന്റെ കേരളം പ്രദർശനമേളയിൽ ടൂറിസം വകുപ്പ്. കാസർഗോഡ് ജില്ലയിലെ മലമ്പ്രദേശങ്ങളിൽ നടന്നു ചെന്ന് വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന സുരംഗം എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായ കിണറിലേക്കുള്ള യാത്ര ആസ്വാദകർക്ക് പ്രത്യേക അനുഭൂതിയാണ്. സാധാരണ കിണറുകളിൽ നിന്നും വ്യത്യസ്തമായി ജലസ്രോതസ്സുകളിലേക്ക് തിരശ്ചീനമായി നിർമ്മിക്കുന്ന തുരങ്കമാണ് സുരംഗം. 2 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമാണ് ഇതിനുണ്ടാവുക. അത് കാസർഗോഡിൽ നിന്ന് ഇപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഇതിൻ്റെ ചരിത്രമൊക്കെ. അപ്പം പുതിയൊരു എറണാകുളം പോലുള്ളവർക്ക് അതൊരു കാസർഗോഡ് ഒരു പോണ്ടല്ലോ അത് കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു അറിവും പകരാനും ഇതുപോലുള്ള സംരംഭങ്ങൾ ഇപ്പം എക്സ്പീരിയൻഷ്യൽ ടൂറുകളാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൻ്റെ മെയിൻ ഒരു എയിം. ചരിത്രമുറങ്ങുന്ന മുനിയറകളാണ് ടൂറിസം വകുപ്പ് സ്റ്റാളിന്റെ മറ്റൊരു കൗതുകം. മറയൂരിൽ വലിയ പാറക്കല്ലുകളുടെ നേർത്ത പാളി കൊണ്ട് നിർമ്മിച്ച മുനിയറകൾ പാണ്ഡവരുടെ വനവാസകാലത്തെ നിർമ്മിതിയാണെന്നാണ് ഐതിഹ്യം. മഹാശിലായുഗത്തിൽ മരണപ്പെട്ടവരെ മറവു ചെയ്തിരുന്നത് ഇത്തരം അറകളിലാണെന്നാണ് ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഏലം തോട്ടം കാർഷിക കേരളത്തിന്റെ മറ്റൊരു മുഖമാണ്. സ്റ്റാളിനുള്ളിലെ കൊച്ചു കൃഷിയിടവും വളരെ ആകർഷണീയമാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.